നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിലേക്ക് നേരിട്ടെത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ മാറ്റമില്ല. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെ 34 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് കുവൈറ്റിലേക്ക് പോകുന്നതിനാണ് വിലക്കുള്ളത്. 10 ദിവസം കൂടുമ്പോൾ വിലക്കുള്ള രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനം വിലയിരുത്തി പട്ടികയിൽ വേണ്ട മാറ്റം വരുത്തുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു. എന്നാൽ ഇത് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. കുവൈറ്റിലേക്ക് എത്തിച്ചേരാൻ മുടക്കേണ്ടി വരുന്നത് 2 ലക്ഷത്തോളം രൂപയാണ്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലേക്ക് പുറപ്പെട്ട 100 കണക്കിന് മലയാളികൾ ദുബായിൽ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കുവൈറ്റിലേക്ക് സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ ടിക്കറ്റ് തുക കുത്തനെ വർദ്ധിപ്പിച്ചതോടെയാണ് ഇവർ കുടുങ്ങിയത്. 500 ദിർഹത്തിന് താഴെയുള്ള ടിക്കറ്റ് ഇപ്പോൾ 5000-ഓളമാണ് നിരക്ക്. വൻ തുക വാടക നൽകേണ്ടതിനാൽ ദുബായിൽ താമസം തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല പ്രവാസികൾക്കും. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കുവൈറ്റിലേക്ക് പോകാൻ അനുമതിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇവർ ദുബായ് വഴി യാത്രയ്ക്ക് ഒരുങ്ങിയത്. ഇന്ത്യ ഉൾപ്പെടെ 34 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കാണ് കുവൈറ്റ് നേരിട്ടുള്ള യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ നിലവിൽ ദുബായിലെത്തി ഇവിടെ 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ശേഷമാണ് ദുബായിൽ നിന്നും കുവൈറ്റിലേക്ക് പറക്കുന്നത്. കുവൈറ്റിലെത്തിയാലും 14 ദിവസത്തെ ക്വാറന്റൈൻ ആവശ്യമാണ്. ചുരുക്കത്തിൽ 1 മാസത്തെ അധ്വാനം വേണ്ടിവരും ഇന്ത്യയിൽ നിന്നൊരാൾക്ക് കുവൈറ്റിലെത്തി മുറുക്കി പുറത്തിറങ്ങാൻ. നിലവിൽ ദുബായ് കുവൈറ്റ് റൂട്ടിൽ ദിവസം 1500 ടിക്കറ്റുകൾ മാത്രമാണ്. 1 മണിക്കൂറാണ് യാത്രാ സമയം. മുൻപ് 10,000 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടുമായിരുന്നുവെങ്കിൽ കോവിഡ് കാലത്തെ യാത്രാ വിലക്കിന് ശേഷം ഇത് 20,000-ൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ 1.5 ലക്ഷം വരെയായി ഉയർന്നിരിക്കുന്നു. അതിനു പുറമെയാണ് 2 രാജ്യങ്ങളിലും ക്വാറന്റൈനിൽ കഴിയേണ്ടി വരുന്നതിന്റെ ചിലവ്. വിസ കാലാവധി കഴിയുന്നവരും ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉള്ളവരുമൊക്കെയാണ് എന്ത് വില കൊടുത്തും യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്നത്. പക്ഷേ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഇന്ത്യയിൽ നിന്നും ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്കിന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. എന്നാലും ദുബായ് കുവൈറ്റിന്റെ 4/1 ഈ നിരക്ക്. എയർ ബബിൾ വഴിയുള്ള വിമാനങ്ങൾ മാത്രമാണ് ദുബായ് ഇന്ത്യ റൂട്ടിലുള്ളത്. അതിനാൽ ഈ റൂട്ടിലും ടിക്കറ്റ് നിരക്ക് വളരെ ഉയർന്നതാണ്. ചുരുക്കത്തിൽ ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലെത്തണമെങ്കിൽ ടിക്കറ്റിന് തന്നെ 2 ലക്ഷത്തോളം വരുമെന്നാണ് സ്ഥിതി. അതേസമയം തന്നെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ 32 രാജ്യങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ പട്ടികയിൽ നിന്ന് പിന്നീട് സിംഗപ്പൂരിനെ ഒഴിവാക്കുകയും യമൻ, ഫ്രാൻസ്, അർജന്റീന എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുകയുമായിരുന്നു. സെപ്റ്റംബർ 14-നാണ് ഈ മാറ്റം നിലവിൽ വന്നത്. ഇന്ത്യ, ഇന്തോനേഷ്യ, അർമേനിയ, സിറിയ, ഇറാഖ്, ലബ്നാൻ, ഇറാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ഈജിപ്ത്, കൊളംബിയ, ഇറ്റലി, ചിലി, വടക്കേ മാസിഡോണിയ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ചൈന, ബ്രസീൽ, മെക്സിക്കോ, സെർബിയ, ഫിലിപ്പീൻസ്, പനാമ, പെറു, ഫ്രാൻസ്, അർജന്റീന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ കുവൈറ്റിലേക്ക് നേരിട്ട് വരുന്നതിന് അനുമതിയില്ലാത്തത്. എന്നാൽ ഈ രാജ്യങ്ങളിലുള്ളവർക്ക് വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ 2 ആഴ്ച താമസിച്ച ശേഷം കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് ഫലമുണ്ടെങ്കിൽ കുവൈറ്റിലേക്ക് പറക്കാം.